KSRTC വാഹനങ്ങൾ കാലപ്പഴക്കം ചെന്നതും തകിടുകളൊക്കെ വളരെ മോശകരമായിരിക്കുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ കീറുകയൊക്കെ ചെയ്യുവാണെങ്കിൽ പുതിയ തകിട് വെട്ടി വേണം ആ ഭാഗത്ത് ഒട്ടിക്കുവാൻ എന്നൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയുണ്ടായി. അപ്പോൾ ഈ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ ഇപ്പോൾ KSRTCയുടെ കണക്കനുസരിച്ച് ആകെയുള്ള വാഹനങ്ങൾ ഇപ്പോൾ ഓർഡിനറി 2951, ഫാസ്റ്റ് പാസഞ്ചർ 1150 ഇങ്ങനെ ഒരു കണക്ക് പറയുന്നുണ്ട്. അതിൽ മൊത്തം വണ്ടിയുടെ കണക്ക് പറയുന്ന 5000 മൊത്തം KSRTCയുടെ വണ്ടികളുടെ കണക്ക് പറയുന്നത് 5523 എണ്ണമാണ്. അപ്പോൾ 5523-ൽ 434 വണ്ടികൾ സ്വിഫ്റ്റിനായിട്ടുള്ള പുതിയ വണ്ടികളും ഏകദേശം ഈ വണ്ടികളുടെ എല്ലാം കണക്ക് ഈ 5523-ൽ കൂട്ടുകയാണെങ്കിൽ ഈ 5000 വണ്ടിയോളം ഈ പറയുന്ന 10 വർഷം അടുത്ത് അല്ലെങ്കിൽ 17 വർഷം ആയിട്ടുള്ള വാഹനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇത്തരം വാഹനങ്ങളെ പണിയുവാൻ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്, ശബരിമലയിലൊരു വാഹനം നിന്ന് കത്തുന്നു, അതേ ദിവസം തന്നെ ആലപ്പുഴയിലൊരു വാഹനം അഗ്നിക്കിരയായി. അപ്പോൾ ആൾക്കാരെല്ലാം ചോദിക്കുന്നത് ഈ വണ്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ നിന്ന് കത്തുന്നത്, ഇതിൻ്റെ ഇലക്ട്രിക് പരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഞാനും ഈ കാര്യത്തിൽ വണ്ടി കൃത്യമായി പണിയുന്നില്ല, ഇല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പാർട്സുകളില്ല, ആവശ്യമായിട്ടുള്ള ജീവനക്കാരില്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ആ കണക്ക് നിങ്ങളെ കാണിക്കുകയാണ്. ഇപ്പോൾ KSRTC തന്നെ പറയുന്ന കണക്കനുസരിച്ച് ഈ 93 ഡിപ്പോയിലായി കിടക്കുന്ന ഈ 5523 വാഹനങ്ങളുടെ ഈ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആകെയുള്ള ഈ ഇലക്ട്രീഷ്യൻ ജീവനക്കാരുടെ എണ്ണം 59. ഇപ്പോൾ ഇവിടെ മറ്റു വിഭാഗങ്ങളിലുള്ള ജീവനക്കാരെ ഇപ്പം ബദലിയായിട്ട് എടുക്കുന്നു, ഡ്രൈവറെ എടുക്കുന്നു, കണ്ടക്ടറെ എടുക്കുന്നു, ഇപ്പോൾ AD-മാരെ വരെ താൽക്കാലികമായി ദിവസവേതന കൂലിക്ക് നിയമിക്കുന്നു. പക്ഷേ KSRTCയിലെ മെക്കാനിക്കിൻ്റെ എണ്ണം അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഇപ്പോൾ ഇലക്ട്രീഷ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പം വേറൊരു ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു, KSRTC ബസ്സിൻ്റെ ഹോണ് എല്ലാ ബസ്സിലും ഇങ്ങനെ ഈ ചെറിയ ഈ തവള കരയുന്ന പോലത്തുള്ള ചെറിയ ഹോണുകളാണ്. അപ്പോൾ ഈ ബസ്സിൻ്റെ ലൈറ്റ് വെളിച്ചക്കുറവ്, വാഹനത്തിന് വെളിച്ചക്കുറവുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇലക്ട്രിക്കൽ സംബന്ധമായ കാര്യങ്ങൾ പറയും, ഇത് പരിചയമില്ലാത്ത ജീവനക്കാരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുകയാണ് കോർപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ വയറുകളെല്ലാം കൂടി കിടക്കുന്നു, ഇത് സ്പാർക്കാകുന്നു, ഇത് കത്തേണ്ടി വരുന്നു, ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുകയാണ്. അപ്പോൾ ആവശ്യത്തിന് ഇലക്ട്രീഷ്യന്മാരെ നിയമിക്കുന്നില്ല KSRTC എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2, ഈ പഴയ വണ്ടികളാണല്ല, ഇപ്പം പല വണ്ടിയിലും കമ്പിയിലൊക്കെ പിടിക്കുമ്പോൾ കമ്പി ഒടിഞ്ഞ് കയ്യിലിരിക്കുക. ഇപ്പോൾ ഈ ഡോറയിൽ തൂങ്ങി കയറുക, ഓടി വന്ന് പിടിച്ച് ഇപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക് ഡോറുകളാണ് കൂടുതലായിട്ടുള്ളത്, എയർ ഡോറുകളാണ്. പക്ഷേ നമ്മളിത് പിടിച്ച് കയറുമ്പോഴുള്ള പ്രശ്നം ഈ കമ്പികളെല്ലാം ഭയങ്കരമായിട്ട് തുരുമ്പെടുത്തതാണ്. അതുപോലെ തന്നെ ബസ്സുകൾക്ക് ചില ബസ്സുകളിലൊക്കെ നമ്മളിരിക്കുമ്പോൾ ഭയങ്കര ശബ്ദമായിരിക്കും, തകിട് കിടന്നടിക്കുന്നു, അവിടെ വിട്ടുപോയ കമ്പികൾ കിടന്നടിക്കുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കുന്നത് ഇവന്മാർക്ക് ഇതൊന്ന് വെൽഡ് ചെയ്തുകൊണ്ട് പോയാൽ പോരെ. പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് വെൽഡ് ചെയ്ത് വയ്ക്കാൻ പറയാൻ വരെ. അപ്പോൾ KSRTCയിൽ ആകെപ്പാടെയുള്ള വെൽഡർമാരുടെ എണ്ണം 13. ഈ 5523 ആ വണ്ടികളിൽ 5000, ഇനിയിപ്പോൾ ഓടുന്ന വണ്ടികളുടെ എണ്ണം കണക്കൂട്ടിയപ്പോൾ തന്നെ 4000 എണ്ണവും ഈ പറഞ്ഞ ഈ 10 വർഷത്തിന് മേലെ 15 വർഷത്തിനടുത്തുമൊക്കെ ആയിട്ടുള്ള വണ്ടികളാണ്, 17 വർഷമായിട്ടുള്ള വണ്ടികൾ. ഈ വാഹനങ്ങൾക്ക് വെൽഡ് ചെയ്യാൻ വേണ്ടി വെൽഡർമാരുടെ എണ്ണം ആകെ നമുക്കുള്ളത് 13 പേരെ. അപ്പോൾ ഈ പരിചയസമ്പന്നരായ വെൽഡർമാരെ ഇതിലേക്ക് നിയമിക്കുന്നില്ല. അപ്പോൾ ഉള്ളവർ പെൻഷൻ പറ്റുന്നതനുസരിച്ച് ആ ഒരു തസ്തികയില്ലാതാകും. എന്നിട്ട് ഈ പരിചയമില്ലാത്ത, അതായത് മറ്റ് മേഖലകളിലുള്ള ആളുകൾ, ഇപ്പോൾ ടയർ നിറയ്ക്കുന്ന ആളുകൾ, ഇല്ലെങ്കിൽ മെക്കാനിക്ക് വർക്ക് ചെയ്യുന്ന ആളുകൾ, ബാക്കിയുള്ള ഇതിലെല്ലാം ഒറ്റ കാറ്റഗറിയിൽ മെക്കാനിക് എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തിയിട്ട് അത് എനിക്കൊന്ന് നേരത്തെ ഇരുന്ന് MD ചെയ്തിട്ടുള്ളൊരു കളിയാണ്. അപ്പം അതിന് DCP ഉണ്ടാക്കിയിട്ട് മെക്കാനിക്കുകളുടെ സ്ട്രെങ്ത് കാണിക്കുകയും എണ്ണം കുറയ്ക്കുകയും ജോലിഭാരം കൂട്ടുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ നിലവിൽ ഈ വിഭാഗത്തിനുള്ള ജീവനക്കാരുടെ ആവശ്യത്തിനായിട്ടുള്ള എണ്ണമില്ല. മന്ത്രി ഇത് പറയുകയാണ്, കീറിയ തകിട് മേടിച്ചിട്ട് തന്നെ കാലങ്ങളായി. ഇപ്പോൾ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു തകിട് കഷ്ണം വെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ ഒരു ഓട്ട അടച്ചു വയ്ക്കുക, അതേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ, അതേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ തന്നെ ബ്ലാക്ക് സ്മിത്തിൻ്റെ എണ്ണം 582. ഞാൻ പറഞ്ഞു, ഈ 5000 വണ്ടിക്കുള്ള ബ്ലാക്ക് സ്മിത്തിൻ്റെ എണ്ണം 582. ആവശ്യമുള്ള ബ്ലാക്ക് സ്മിത്തുകാർ ഇല്ല, ഒരു ഡിപ്പോയിലും ഇല്ല. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ ഇല്ല, വെൽഡർ ഇല്ല. അങ്ങനെ മെക്കാനിക്കിൻ്റെ എണ്ണം അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയും കാലപ്പഴക്കം ചെന്ന വണ്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിലാണ് ഇത്തരം അനാസ്ഥ കൊണ്ട് ബസ്സുകളിൽ ഈ കണ്ടീഷൻ കുറഞ്ഞ രീതിയിലേക്കാകുകയും വഴിയിൽ കിടക്കുകയും കൂടുതലും ഈ കത്തുന്ന പോലെയുള്ള കാര്യങ്ങളുണ്ടാകുന്നത്. ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ മാനേജ്മെൻറ്റ് തലത്തിൽ ചെലുത്തുന്നില്ല. മെക്കാനിക്കൽ വിഭാഗത്തിൻ്റെ ജോലിയെ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നാണ് ഇപ്പോൾ ഈ അവസാനം നടന്നിട്ടുള്ള ഇവരുടെ അംഗീകൃത സംഘടനകളുടെ യോഗത്തിൽ എവിടെയൊക്കെയോ 1-2 ന്യൂമാറ്റിക് സ്പാനർ മേടിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനിയും മെക്കാനിക്കുകളുടെ ജോലി സമയം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ
KSRTC ബസ്സുകൾ എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രിക്കൽ തകരാറ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ തകിടുകൾ ഇങ്ങനെ വരുന്നത്, വെൽഡിങ്ങുകൾ വിട്ടുപോകുന്നത്, എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളെ കാണിക്കാം ഈ ലിസ്റ്റ്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് ഞാൻ അറിയിക്കുകയാണ്. നന്ദി.